നിരവധി സൂപ്പർ സ്റ്റാറുകൾ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പല താരങ്ങളും സൂപ്പർ ഹിറ്റായ നിരവധി ചിത്രങ്ങളിൽ നിന്നുള്ള അവസരം നിരസിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അഭിനയിക്കാൻ വിസമ്മതിച്ച പ്രശസ്ത നടന്മാരിൽ രജനീകാന്ത് മുതൽ വിജയ് വരെയുള്ള താരങ്ങളുമുണ്ട്. 2010 പുറത്തിറങ്ങിയ തമിഴ് സയൻസ് ഫിക്ഷൻ ചിത്രമായിരുന്നു എന്തിരൻ. രജനി ശങ്കർ ടീം ഒന്നിച്ച ചിത്രത്തിൽ രജനീകാന്തിനും ഐശ്വര്യ റായിക്കും പകരം ആ വേഷത്തിലേക്ക് ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് കമൽഹാസനെയും പ്രീതി സിന്റെയുമായിരുന്നു. കമൽഹാസനും പ്രീതി സിന്റെയും ഒന്നിച്ചുള്ള ഫോട്ടോഷൂട്ട് പോലും പൂർത്തിയായതായിരുന്നു. തിരക്കേറിയ ഷെഡ്യൂൾ കാരണം സൂപ്പർ സ്റ്റാർ കമൽഹാസൻ ഈ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ നിരസിക്കുകയായിരുന്നു. പിന്നീടാണ് രജനീകാന്തിനെയും ഐശ്വര്യ റായിയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിനിമ ഒരുക്കിയത്. 2010 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി എന്തിരൻ മാറുകയും ചെയ്തു. നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത 2024 വിജയ് സേതുപതി നായകനായി എത്തിയ ചിത്രമായിരുന്നു മഹാരാജ. ചിത്രത്തിൽ ശിവകാർത്തികേയനായിരുന്നു ആദ്യം അഭിനയിക്കേണ്ടിയിരുന്നത്. എന്നാൽ ചില നിർമ്മാണ പ്രശ്നങ്ങൾ കാരണം ശിവകാർത്തികേയനെ മാറ്റുകയും വിജയ് സേതുപതി അഭിനയിക്കുകയും ചെയ്തു. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ കാരണക്കാരെ തേടി മഹാരാജ ഇറങ്ങുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രമേയം. ചിത്രം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തിരുന്നു. AR മുരുകദോസ് രചനയും സംവിധാനവും നിർവഹിച്ച് 2012 പുറത്തിറങ്ങിയ ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു തുപ്പാക്കി. ചിത്രത്തിനായി ആദ്യം സൂര്യയായിരുന്നു സമീപിച്ചിരുന്നത്. മുരുകദോസിനൊപ്പം മുൻപ് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും താല്പര്യം നഷ്ടപ്പെട്ടതിനാൽ നിരസിക്കുകയായിരുന്നു താരം. പിന്നീടാണ് ചിത്രത്തിൽ വിജയ് എത്തുന്നത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യം മുരളീധരന്റെ ജീവിതകഥ പറയുന്ന സിനിമയായിരുന്നു 2023 പുറത്തിറങ്ങിയ 800. സിനിമയിൽ വിജയ് സേതുപതിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനിരുന്നത്. എന്നാൽ കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് വിജയ് സേതുപതി പിന്മാറുകയായിരുന്നു. ശേഷമാണ് മധുർ മിത്തൽ മുത്തയ്യം മുരളീധരനായി അഭിനയിച്ചത്. 2023 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു കാക്ക കാക്ക. നടൻ അജിത് കുമാറിനായിരുന്നു ആദ്യം കഥാപാത്രത്തിനായി സമീപിച്ചിരുന്നത്. എന്നാൽ തിരക്കഥ പൂർത്തിയാക്കാത്തതിനാൽ അജിത് ഈ ചിത്രം നിരസിക്കുകയായിരുന്നു. ഒടുവിൽ സൂര്യ ആ വേഷം അവതരിപ്പിക്കുകയും ചിത്രം ഒരു സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. 1999 പുറത്തിറങ്ങിയ ഒരു തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രമായിരുന്നു മുതൽവൻ. ചില രാഷ്ട്രീയ വിഷയങ്ങളും താരത്തിന്റെ ചായ്വും കാരണം രജനീകാന്ത് ഈ ചിത്രം നിരസിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് അർജുൻ സർജ ചിത്രത്തിൽ നായകനായി എത്തിയത്. AR മുരുകദോസ് സംവിധാനം ചെയ്ത 2005 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗജിനി. ആദ്യം മാധവനായിരുന്നു സൂര്യയുടെ കഥാപാത്രം അഭിനയിക്കാൻ തയ്യാറായിരുന്നത്. എന്നാൽ തിരക്കഥയുടെ രണ്ടാം പകുതി ഇഷ്ടപ്പെടാത്തതിനാൽ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം മാധവൻ നിരസിക്കുകയായിരുന്നു. മാധവന് പകരം സൂര്യ ഈ കഥാപാത്രം ചെയ്യുകയും പടം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. ചിത്രം പിന്നീട് ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. 2010 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായിരുന്നു സിംഗം. സൂര്യയ്ക്ക് പകരം വിജയ് ആയിരുന്നു ആദ്യം അഭിനയിക്കാനിരുന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ ദളപതി വിജയ് ഈ പോലീസ് ത്രില്ലർ നിരസിക്കുകയായിരുന്നു. സൂര്യയും അനുഷ്ക ഷെട്ടിയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തിരുന്നു.